ദേശീയ തലത്തിൽ കയ്യൊപ്പ് ചാർത്തിയ കേരളം കണ്ട പ്രമുഖ മാധ്യമപ്രവർത്തകനും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ.പി. ഉണ്ണികൃഷ്ണൻ വിടവാങ്ങുന്നത് വീണ്ടും ഒരു യുദ്ധമുനമ്പിൽ ഗൾഫ് മേഖല എത്തി നിൽക്കുമ്പോഴാണെന്നത് വലിയ യാദൃശ്ചികതയാകും. 1990-ൽ സദ്ദാം ഹുസൈന്റെ ഇറാഖി പട്ടാളം കുവൈത്തിന്റെ അതിർത്തി കടന്നപ്പോൾ ആശങ്കയിലായ പരശതം മലയാളികൾക്ക് ആശ്വാസദൂതുമായി മുൻപിൻ നോക്കാതെ ജോർദാനിലേക്ക് പറക്കുകയായിരുന്നു അദ്ദേഹം. കെ.പി. ഉണ്ണികൃഷ്ണന്റെ അന്നത്തെ വിശ്രമമില്ലാത്ത പ്രയത്നമാണ് 10,000-കണക്കിന് മലയാളികൾക്കടക്കം 1.25 ലക്ഷം ഇന്ത്യക്കാരെ നാട്ടിലേക്കെത്തിച്ചത്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഒഴിപ്പിക്കലുകളിൽ ഒന്നായിരിക്കണം ഇന്ത്യ ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് നടത്തിയത്. വാർത്താവിനിമയ സംവിധാനങ്ങളും യാത്രാ വിമാനങ്ങളും ഇന്നത്തേതുപോലെയില്ല. ഇൻഡിഗോയും സ്പൈസ് ജെറ്റും ഇല്ലാത്ത കാലം. ഗൾഫിൽ ബന്ധമുള്ള ഓരോ മലയാളിയുടെയും ഉള്ളിൽ തീയായിരുന്നു. 3.5 പതിറ്റാണ്ട് മുൻപത്തെ ഓർമ്മ ഇന്ന് പ്രായമായവരിലും ഉണ്ടാകും. വരും തലമുറ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. അന്ന് ആശ്വാസദൂതുമായി കെ.പി. ഉണ്ണികൃഷ്ണൻ എന്ന മലയാളി അവതരിച്ചത് കാലത്തിൻ്റെ അനിവാര്യതയായിരുന്നു. മാധ്യമപ്രവർത്തകനായിരുന്ന കെ.പി. ഉണ്ണികൃഷ്ണൻ ഷങ്കേഴ്സ് വീക്ക്ലി, ബ്ലിറ്റ്സ്, ടൈംസ് ഓഫ് ഇന്ത്യ, മാതൃഭൂമി എന്നിവിടങ്ങളിൽ മാധ്യമപ്രവർത്തകനായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലെ അമരക്കാരിൽ ഒരാളായിരുന്ന കോഴിപ്പുറത്ത് മാധവമേനോൻ്റെയും എ.വി. കുട്ടിമാളു അമ്മയുടെയും പിൻതലമുറക്കാരനും. ഡൽഹിയിൽ ജോലി ചെയ്യവേ ഇന്ദിരാഗാന്ധിയുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് ഉണ്ണികൃഷ്ണനെ എത്തിച്ചത്. അത് 1969-ലായിരുന്നു. 1969-ലെ കോൺഗ്രസ് ഭിന്നിപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിയോടൊപ്പം നിലയുറപ്പിച്ച് അപ്രതീക്ഷിതമായി വടകര പാർലമെന്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് മുതലാണ് ഉണ്ണിയേട്ടനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് KPCC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി അന്തരിച്ചുപോയ ശ്രീമതി ലീല ദാമോദര മേനോനായിരുന്നു. അവരുടെ പേരും ചിഹ്നവും ചുമരുകളിൽ പതിച്ചതിന് ശേഷമാണ് പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ശ്രീ കെ.പി. ഉണ്ണികൃഷ്ണൻ വടകരയിലെത്തുന്നത്. അന്തരിച്ചുപോയ ശ്രീ A.C. ഷൺമുഖദാസും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വയലാർ രവിയുമാണ് ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എടാ കെ.പി. ഉണ്ണികൃഷ്ണനാണ് വടകരയിൽ വരുന്നത് എന്ന് ഞങ്ങളെ വിളിച്ച് പറയുന്നത്. ആ ഒരു എടാ പോടാ ബന്ധത്തിൻ്റെ അവസാന കണ്ണിയായി വയലാർ രവി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നത് വലിയൊരു ആശ്വാസം. വടകരയിൽ നിന്ന് ലോക്സഭയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പിന്നീട് കോൺഗ്രസ് വിട്ടു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഉണ്ണികൃഷ്ണൻ 1990-ൽ VP സിംഗ് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി. ഇക്കാലത്താണ് ഇറാഖി സൈന്യം കുവൈറ്റിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് കടന്നാക്രമണം നടത്തിയത്. ആ വർഷം ഓഗസ്റ്റ് 2-നായിരുന്നു അത്. പിന്നീട് ആ യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയറും ഏറ്റെടുത്തു. വീണ ഓരോ സ്കഡ് മിസൈലും മലയാളിക്ക് ഞെട്ടലാണ് സമ്മാനിച്ചത്. പ്രവാസി ഇന്ത്യക്കാർ ഇതോടെ ജോർദാനിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. പലായനം കൂട്ടപ്പലായനമായി. യുദ്ധമുൻപിൽപ്പെട്ടത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായിരുന്നു, ഏറെയും മലയാളികൾ. സ്വന്തം ജനതയെ തിരികെ കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടായിട്ടും അതിന് കഴിയാതെ സ്തബ്ധരായി ലോകമാകെയുള്ള സർക്കാരുകൾ നിന്നു. കുവൈറ്റിനെ ആക്രമിച്ച ഇറാഖിനെ വരുതിയിൽ നിർത്താൻ അപ്പോഴേക്ക് അമേരിക്ക ഇടപെട്ടിരുന്നു. ഇന്ത്യ പക്ഷേ മറിച്ചു ചിന്തിച്ചു. എന്തു വില കൊടുത്തും സ്വന്തം ജനതയെ തിരികെ കൊണ്ടുവരുമെന്ന് അന്ന് രാജ്യം ഭരിച്ചിരുന്ന VP സിംഗ് സർക്കാർ തീരുമാനിച്ചു. പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന I.K. ഗുജ്റാളായിരുന്നു അന്ന് വിദേശകാര്യമന്ത്രി. രക്ഷാദൗത്യം ഗുജ്റാളിനെ ഏൽപ്പിച്ച് ഇറാഖിൽ പോയി കാര്യങ്ങൾ പഠിച്ചു. സദ്ദാം ഹുസൈനെ കണ്ട് സംസാരിച്ചു. ഒഴിപ്പിക്കൽ പറ്റില്ലെന്ന് സദ്ദാം തീർത്തു പറഞ്ഞു. ഗുജ്റാൾ മടങ്ങി. പക്ഷേ കെ.പി. ഉണ്ണികൃഷ്ണൻ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കണമെന്ന വാശിയിൽ ഉറച്ചു നിന്നു. അന്ന് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ, ഇറാഖിൽ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലും അതിൻ്റെ പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങളിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പിൻ്റെ ചുമതല വളരെ ക്രിയാത്മകമായി നിർവഹിച്ചു. ആ മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കാനും അവരുടെ കുടുംബങ്ങളെ സാന്ത്വനപ്പെടുത്തി ഇടപെടാനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമുക്ക് ഒരു കാലത്തും മറക്കാനാകാത്തതാണ്. അദ്ദേഹം നേരിട്ട് അവിടെ പോയി ചർച്ചകൾ നടത്തി മലയാളികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമം ഓരോ മലയാളിക്കും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന ഘട്ടത്തിൽ തന്നെ വലിയ ആവേശം നൽകിയ സംഭവമായിരുന്നു. ഞാനൊക്കെ അന്ന് സ്കൂളും അതുപോലെ തന്നെ ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ ദേശീയ മുന്നണി സർക്കാരിൻ്റെ ഭാഗമായി നടത്തിയ ഇടപെടൽ. ഇന്നും ഞങ്ങളുടെ തലമുറയുള്ളവർ അത് ഓർക്കുന്നതാണ്. ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയ മാതൃകയാണ് ശ്രീ കെ.പി. ഉണ്ണികൃഷ്ണൻ. അന്ന് മലയാളികളാകെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ മലയാളികൾക്ക് ഒരു ധൈര്യമായിരുന്നു ശ്രീ കെ.പി. ഉണ്ണികൃഷ്ണൻ. കെ.പി. ഉണ്ണികൃഷ്ണന് VP സിംഗിന്റെ പൂർണ്ണ സപ്പോർട്ട് കിട്ടി. നേരെ ജോർദാനിലേക്കാണ് പറന്നത്. 3 മാസം നീണ്ടുനിന്ന ഒഴിപ്പിക്കലിന്റെ ആദ്യ കടമ്പ സദ്ദാമിന്റെ അനുമതി തേടുക എന്നതായിരുന്നു.
രഹസ്യകേന്ദ്രത്തിലേക്ക് ജീവൻ പണയം വെച്ചാണ് പോയത്. സദാമിനെ കണ്ടു. 2 വിമാനങ്ങൾ കയറിയാണ് സദാമിന്റെ രഹസ്യ സങ്കേതത്തിലേക്ക് തനിക്കെത്താനായത് എന്ന് ഉണ്ണികൃഷ്ണൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. VK മാധവൻകുട്ടി എഴുതിയ ഉണ്ണി പോയില്ലായിരുന്നെങ്കിൽ എന്ന ലേഖനത്തിലാണ് ഇതെല്ലാം ഉള്ളത്. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള സമ്മതം വാങ്ങി. അവിടെയാണ് KP ഉണ്ണികൃഷ്ണൻ എന്ന കൊയിലാണ്ടിക്കാരൻ ഇന്ത്യയുടെ രക്ഷകനായത്, പ്രവാസികളുടെ ആശ്വാസദൂതനായത്. കുവൈറ്റ് യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അതിഭീകരമായിട്ട് മലയാളികളെ ഞെട്ടിച്ച ഒരു യുദ്ധമായിരുന്നു. അക്കാലത്ത് എനിക്കറിയാം, എൻ്റെ അയൽവാസികളായ എത്രയോ പേര് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അവിടുന്ന് വരാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത വേവലാതിയിലായിരുന്നു. അവരുടെ കുടുംബങ്ങളെല്ലാം വല്ലാത്ത വേവലാതിയിലായിരുന്നു. കേരളം മുഴുവനുള്ള ആളുകൾ, കേരളത്തിലെ ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനം ആളുകൾ നമുക്കറിയാവുന്ന പോലെ ഈ സ്ഥലങ്ങളിലാണല്ലോ അവർ പ്രവാസികളായിട്ടുള്ളത്. അപ്പം അന്ന് ആ സമയത്ത് അവരെ രക്ഷിക്കാൻ സത്യത്തിൽ മലയാളി ഒരു അവതാരം പോലെ വന്നു എന്നുള്ളതാണ് KP ഉണ്ണികൃഷ്ണന്റെ പ്രത്യേകത. അദ്ദേഹത്തിനെ പോലെ ഒരു നേതാവ് KP ഉണ്ണികൃഷ്ണൻ നമുക്കറിയാവുന്ന പോലെ സാധാരണഗതിയിലുള്ള ഒരു നേതാവല്ല. അദ്ദേഹം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് അറിയാം ഓരോ അന്തർദേശീയ നേതാക്കന്മാരെയും വിദേശ നേതാക്കന്മാരെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കണമെന്നും കൈകാര്യം ചെയ്യണമെന്നും ഓരോ വിഷയവും അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രിക്ക് പോലും പറ്റാത്തൊരു ദൗത്യം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പോയിട്ട് ഈ വളരെ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ സ്വന്തം ജീവിതം പോലും റിസ്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അത്രയും പ്രശ്നപൂർണമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ ഇവിടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം സഹായിച്ചു. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ സകല മലയാളികളുമടക്കം എല്ലാ ഇന്ത്യക്കാരെയും നാട്ടിലെത്തിച്ചു. ഉണ്ണികൃഷ്ണന്റെ ദൗത്യം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്ന് വ്യക്തമായത് പിന്നീടാണ്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നതർ പോലും എതിരായിരുന്നു. വലിയ പണച്ചിലവുള്ള അപകടം പിടിച്ച പദ്ധതി എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ. പക്ഷേ സ്വന്തം സഹോദരങ്ങളെ യുദ്ധഭൂമിയിൽ കുരുതി കൊടുക്കാൻ തയ്യാറായില്ല KP ഉണ്ണികൃഷ്ണൻ. പ്രധാനമന്ത്രി VP സിംഗ് നൽകിയ പിന്തുണയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ധൈര്യം. വിമാനങ്ങളുടെ കാര്യത്തിലെ അപര്യാപ്തത അപ്പോഴും പ്രശ്നമായിരുന്നു. കാരണം സദ്ദാം ഹുസൈൻ പറഞ്ഞത് ഇന്ത്യക്കാരെ ഉണ്ണികൃഷ്ണന് മടക്കിക്കൊണ്ടുപോകാം. പക്ഷേ ഒറ്റ കാര്യം, അത് ഇന്ത്യയുടെ മാത്രം ഉത്തരവാദിത്വത്തിലായിരിക്കും. അതായത് KP ഉണ്ണികൃഷ്ണന്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ എന്ന് ചുരുക്കം. 1985 എയർ ഇന്ത്യക്ക് വേണ്ടി രാജീവ് ഗാന്ധി സർക്കാർ വാങ്ങിയ 14 എയർബസ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിമാനങ്ങൾ അഴിമതി ആരോപണത്തെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ദുബായ് തുറമുഖമടക്കം അടച്ചിരുന്നതിനാൽ കപ്പൽ വഴി ആരെയും കൊണ്ടുവരാൻ സാധ്യമല്ലായിരുന്നു. അങ്ങനെ KP ഉണ്ണികൃഷ്ണന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗ്രൗണ്ട് ചെയ്തിട്ടിരുന്ന എയർബസ് വിമാനങ്ങൾ ജോർദാനിലേക്ക് പറന്നു. ഇന്ത്യക്കാരുമായി മടങ്ങിയെത്തി. അതും ആരുടെയും കയ്യിൽ നിന്ന് ചില്ലിക്കാശ് പോലും വിമാനക്കൂലിയായി വാങ്ങാതെ. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളും ഈ ദൗത്യത്തിൽ പങ്കാളിയായതോടെ മുഴുവൻ ഇന്ത്യക്കാരും സുരക്ഷിതരായി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഐക്യരാഷ്ട്ര സംഘടന പോലും ഇന്ത്യയെ അഭിനന്ദിച്ചു. ആ മഹത്തായ ദൗത്യത്തിന്റെ ഓർമ്മ ഏറ്റവും കൂടുതൽ വേണ്ട സമയത്താണ് KP ഉണ്ണികൃഷ്ണൻ വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.